കോഴിക്കോട് നിന്നും 2 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആലപ്പുഴ സ്വദേശിനി വർഷങ്ങളായി ലഹരിക്ക് അടിമയെന്ന് പോലീസ്. ആലപ്പുഴ പുന്നപ്ര പാലിയത്ര ഹൗസിൽ ജുമി വർഷങ്ങളോളം പുന്നപ്രയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ 6 മാസം മുൻപ് പുന്നപ്രയിലെ വാടക വീട്ടിൽ നിന്നും അമ്മയെ ജുമി മാറ്റിയിരുന്നു. ഇവർ എവിടെയെന്ന് കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശവാസികളുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിക്കുന്ന സ്വഭാവം കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ജുമിയുടെ പിതാവ് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. മുൻപ് ദേശീയപാതയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ജുമി നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെങ്കിലും ജുമി ദേഷ്യപ്പെട്ടു. 2016 യുവതി പുന്നപ്ര സ്റ്റേഷനിലെ പോലീസുകാരനെതിരെ പീഡന പരാതി ഉന്നയിച്ചു. പോലീസ് പോക്സോ കേസെടുത്തെങ്കിലും കോടതിയിൽ നടന്ന തുടർവാദങ്ങളിൽ ജുമിയോ കുടുംബമോ ഹാജരായില്ല. ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്ന് വിരമിച്ചു. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ജുമിയും മാതാവും വർഷങ്ങളായി പുന്നപ്രയിലെ വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ജുമിയുടെ പിതാവ് ജയിലിൽ കിടന്നിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പ്രദേശവാസികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും കുടുംബം പുലർത്തിയിരുന്നില്ല. ജുമിക്ക് കരുനാഗപ്പള്ളിയിലെ ഒരു വ്യക്തിയുമായി അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് ഈ ബന്ധം നിലനിന്നില്ല. ആഡംബര ജീവിതമാണ് ജുമി നയിച്ചിരുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ജുമിയുടെ ഇടപാടുകളെല്ലാം. പുന്നപ്രയിലെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജുമിയുടെ മാതാവിനു വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലഹരിമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന യുവതി ലഹരിമരുന്ന് വിറ്റു തന്നെയാണ് പണം സമ്പാദിച്ചിരുന്നതും. ഈ പണം ഉപയോഗിച്ച് ഗോവ, ബംഗളൂരു എന്നിവിടങ്ങളിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതായിരുന്നു ജുമിയുടെ ശൈലി. ജുമി നാട്ടിലെത്തിയിരുന്നതും ആഡംബര വാഹനങ്ങളിലാണ്. ജുമിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജുമി സ്ഥിരം ലഹരിക്കടത്തുകാരിയെന്നാണ് പോലീസ് പറയുന്നത്. അതീവ രഹസ്യമായി ലഹരിമരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ വിദഗ്ധയാണ് ജുമി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് യുവതി ലഹരിക്കടത്ത് സംഘത്തിലേക്ക് എത്തിയത്. ഗോവ, ബംഗളൂരു എന്നിവിടങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ റൂമെടുത്ത് ജീവിതം ആസ്വദിക്കുകയാണ് യുവതിയുടെ രീതി. ഇതിന് ആവശ്യമായ പണം ലഹരിക്കടത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യും. നിരവധി തവണ യുവതി കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളിലായിരുന്നു യാത്രകൾ അധികവും. കോഴിക്കോട്ടേക്ക് ലഹരിമരുന്ന് എത്തിച്ചതിന് ശേഷവും ജുമി ബംഗളൂരുവിലേക്ക് മടങ്ങിയിരുന്നു. ലഹരി സംഘത്തിലെ 2 പേർ അറസ്റ്റിലായതോടെ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ പിടിയിലായ ഷൈൻ ഷാജിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജുമിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 19 കേസിനാസ്പദമായ സംഭവം. പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളയിൽ പോലീസും ഡാൻസാഫും നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് 2 കോടിയിലധികം രൂപ വില വരുന്ന മാരക മയക്കുമരുന്നുകൾ പിടികൂടി. പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ട 2 പേരെ പിടികൂടുന്നതിനായി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 1-ാം പ്രതി നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരുവിൽ നിന്നും, 2-ാം പ്രതി പെരുവണ്ണാമൊഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റ്യനെ കുമളിയിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു. ഇതിൽ ഷൈൻ ഷാജിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ ബംഗളൂരുവിൽ നിന്നും ഷൈനിനോടൊപ്പം MDMA കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ കാരിയറായി പ്രവർത്തിച്ചത് ജുമിയാണെന്ന് മനസ്സിലാകുകയും യുവതിക്കായി വലവിരിക്കുകയുമായിരുന്നു. അന്വേഷണ സംഘത്തിൽ വെള്ളയിൽ ഇൻസ്പെക്ടർ G ഹരീഷ്, SI ദീപുകുമാർ, SCPO ദീപു, സിറ്റി ക്രൈം സ്ക്വാഡിലെ A പ്രശാന്ത് കുമാർ, SCPO ഷിജില, CPO സ്നേഹ, ഷിനിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.